ഹലോ ഫ്രണ്ട്സ്, ആംഗുലറിൻ്റെ പുതിയ വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആംഗുലർ കട്ട് ഓപ്പറേഷൻ പാർട്ട് 1 ചെയ്ത്, അതായത് നമ്മൾ എന്ത് ചെയ്തു, ഒരു സെർവറിൽ നിന്ന് വരുന്ന ഒരു ഡാറ്റയാണ് നമ്മൾ ടേബിൾ വഴി ലീസ്റ്റ് ചെയ്തു. അതിലോട്ട് എഡിറ്റ് ഡിലീറ്റ് ചെയ്യുന്ന ബട്ടൺസും ക്രിയേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺസും ആഡ് ചെയ്തു. വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ കൂടെ ബൂട്ട്സ്ട്രാപ്പ് സ്റ്റൈൽ ഉപയോഗിക്കാൻ പഠിച്ചു. അതേപോലെ ബട്ടൺസ് എങ്ങനെ, ഐക്കൺസ് എങ്ങനെ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ശരിക്കും ആക്ച്വൽ ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്, ക്രെഡ് ഓപ്പറേഷൻ്റെ ക്രിയേറ്റും എഡിറ്റും ഡിലീറ്റും നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ഇവിടെ ഒരു ക്രിയേറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ വേണ്ട, നമുക്ക് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ പേജിലോട്ട് പോയിട്ട് അവിടെ കുറച്ച് ഫോം എലമെൻറ്റ് കാണിക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ആദ്യം ഇതിൻ്റെ ക്രിയേറ്റിൽ പോയി ഇവിടെയാണ് നമ്മൾ ക്രിയേറ്റ് ബട്ടൺ കൊടുത്തിരിക്കുന്നത്, employee.html എന്ന ഫയൽ. ഞാൻ എന്ത് ചെയ്തു, ഒരു ഇവൻറ്റ് ഹാൻഡലർ ഇവിടെ എഴുതി. ഈ ബട്ടൻ്റെ ഉള്ളിൽ ക്ലിക്ക് എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് ഹാൻഡലർ എഴുതി. ക്ലിക്ക് ചെയ്യുമ്പോൾ നാവിഗേറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ഇൻവോക്ക് ചെയ്യണം. ഓക്കെ, ഇതാണ് ഒരു ഇവൻറ്റ് ഹാൻഡലർ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, employee.component ഇതിന് ടൈപ്പ് സ്ക്രിപ്റ്റ് ഫയൽ പോയിട്ട് ഈ മെത്തേഡിനെ ഡിക്ലെയർ ചെയ്യാം. ഇനി ഈ മെത്തേഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം, ഇത് വേറൊരു പേജിലോട്ട് പോകണം. നമ്മൾ ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് കമ്പോണന്റ് എന്ന് പറഞ്ഞ പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇതിൽ. ഓക്കെ, ഇതൊരു എംപ്റ്റി ഫയലാണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ നാവിഗേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ഈ മെത്തേഡ് കാൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഫയലോട്ട് പോകണം. അതിന് വേണ്ടി ഞാൻ ഇവിടെ ഡിപ്പെൻഡൻസി ഉപയോഗിക്കുന്നുണ്ട്, ആംഗുലർ റൗട്ടർ എന്ന് പറഞ്ഞാൽ എൻ്റെ പേര്. അപ്പോൾ അതിന് ആദ്യം ഇമ്പോർട്ട് ചെയ്യാൻ പ്രൈവറ്റ്, നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള പേര് കൊടുക്കാം, ക്യാപിറ്റൽ റൗട്ടർ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇവിടെ നിങ്ങൾ ടാബ് അടിച്ചാൽ നിങ്ങൾ കേട്ടോ, ഇവിടെ റൗട്ടർ എന്ന് പറഞ്ഞ മെത്തേഡ് ഈ ആംഗുലർ റൗട്ടറിന് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ റൗട്ടർ വിളിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഈ റൗട്ടറിൻ്റെ എല്ലാ ഫങ്ഷനാലിറ്റി ഇവിടെ കിട്ടും. ഇനി ദിസ് ഡോട്ട് റൗട്ടർ ഡോട്ട് നാവിഗേറ്റ് എന്ന് പറഞ്ഞ മെത്തേഡുകളുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഏത് റൗട്ടിലോട്ടാണ് പോകേണ്ടത് ആ റൗട്ട് ഇവിടെ കൊടുക്കുക. ഇനി ക്രിയേറ്റ് എന്ന് പറഞ്ഞ റൗട്ടിലോട്ടാണ് പോകേണ്ടത്. നമ്മൾ ക്രിയേറ്റ് എന്ന് പറഞ്ഞ റൗട്ട് ഓൾറെഡി ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നുണ്ട് റൗട്ടിംഗ് മൊഡ്യൂളിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണോ ക്രിയേറ്റ് ചെയ്ത്, ഇവിടെ എന്താണോ പാത്തിൽ കൊടുത്തിരിക്കുന്നത് അതേ പേര് തന്നെ ഇവിടെ കൊടുക്കണം, എങ്കിലേ ആ പേജിലോട്ട് പോകത്തുള്ളൂ. ഞാനിവിടെ സേവ് ചെയ്തില്ല, സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ റൗട്ടിങ് വർക്കായ എല്ലാവരും നമ്മൾ ക്രിയേറ്റ് കൊടുക്കുക. ഉണ്ടോ, ക്രിയേറ്റ് കൊടുത്തപ്പോൾ ക്രിയേറ്റ്സ് വർക്ക് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഈ കമ്പോണന്റ് അതിനെ നാവിഗേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക, ഈ കമ്പോണന്റ് നമ്മൾ ഡിവിഷൻ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യുക, ഒരു ബൂട്ട്സ്ട്രാപ്പ് ക്ലാസ് ആയ കാർഡ് കൊടുക്കാം. ക്ലാസ് ഈക്വൽ ടു കാർഡ്. നമുക്ക് വേണമെങ്കിൽ അതിന് സ്റ്റൈൽ ചെയ്യാം. സ്റ്റൈൽ ഈക്വൽ ടു ഹൈറ്റ് 50 ഹൈറ്റ് കൊടുക്കാം, മാർജിനൽ 5 കൊടുക്കാം. കേട്ടോ, നിങ്ങൾക്ക് ഇവിടെ ഒരു കാർഡ്, നിങ്ങൾ കറക്റ്റ് നോക്കിയാൽ ഇവിടെ ഒരു കാർഡ് ഡിസ്പ്ലേ ആയിട്ടുണ്ട്. നമ്മളൊന്നും കൊടുത്തിട്ടില്ല അതിൻ്റെ ഉള്ളിൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫോം എലമെൻറ്റിനെ ആദ്യം ഇൻസേർട്ട് ചെയ്യാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ടെംപ്ലേറ്റ് ഡ്രിവൺ ഫോംസ് ആണ്. നമ്മൾ എല്ലാ ഫോംസിനെ പറ്റിയും നമ്മുടെ സീരീസിൽ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാതെ അതൊന്ന് പോയി കാണും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു ഫോം ടാഗ് കൊടുത്തു, എംപ്റ്റി ഫോം ടാഗ് കൊടുത്തു. ഇനി ഇതിലോട്ട് ആദ്യം ng ഫോമിനെ ഇൻസേർട്ട് ചെയ്യണം. ng ഫോമിനെ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, app.module.tsൽ ഫോംസ് മൊഡ്യൂൾ ആംഗുലർ ഫോംസിന് ഇമ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഇമ്പോർട്ട് ചെയ്താലേ ഇത് വർക്ക് ആവത്തുള്ളൂ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ ഒരു റെഫറൻസ് കൊടുക്കണം. ഹാഷ്, ഇപ്പോൾ എംപ്ലോയി ഫോം ഇസ് ഈക്വൽ ടു, ഈ ഫോമിനെ നമ്മുടെ ng ഫോമിലോട്ട് ബൈൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ng ഫോമിൻ്റെ എല്ലാ ഫങ്ഷനാലിറ്റി ഫോമിൽ കിട്ടും. അതായത് ഇതിൽ എന്തൊക്കെ കൺട്രോൾ ഉണ്ടോ, എന്തൊക്കെ എലിമെൻ്റ് ഉണ്ടോ, അതിൻ്റെ എല്ലാം ഒരു ഓവറോൾ ഫങ്ഷനാലിറ്റി നമുക്ക് എംപ് ഫോമിൽ കിട്ടും. ഇനി നമുക്ക് അടുത്തൊരു മെത്തേഡ് ഏതാണ്, ng സബ്മിറ്റ്. ഇത് ഫോമിൻ്റെ ഒരു ഇൻബിൽറ്റ് മെത്തേഡാണ്. ഈസ് ഈക്വൽ ടു, നമ്മൾ ഇത് ng സബ്മിറ്റ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബട്ടൺ ടൈപ്പ് സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് പോകും. ഈസ് ഈക്വൽ ടു എംപ് ഫോം ഡോട്ട്, ഇവിടെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം, എംപ് ഫോം ഡോട്ട് വാലിഡ്. അതായത് എംപ് ഫോം വാലിഡ് ആണോ ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ ഒരു ആൻഡ് ഇട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇഷ്ടമുള്ളൊരു ഓൺ സബ്മിറ്റോ നമുക്ക് ഇഷ്ടമുള്ളൊരു മെത്തേഡിന് ഇൻവോക്ക് ചെയ്യാം. ഒരു മെത്തേഡ് ഇവിടെ കൊടുക്കാം. എന്നിട്ട് ഈ മെത്തേഡിനെ നമ്മൾ ക്രിയേറ്റ് .ts ഫയൽ എന്ത് ചെയ്യാം, ഇതിനെ വിളിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫോമിൻ്റെ ഇനീഷ്യൽ പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്ക് ആദ്യം ഒരു ഡിവിഷൻ ആണ് കൊടുക്കാം. ഡിവിഷൻ ഈക്വൽ ടു ഒരു റോ എന്നായിട്ടുള്ളത് കൊടുക്കാം.
നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഒരു 4 ഡിവിഷൻ സ്പ്ലിറ്റ് ചെയ്യാം. ഫസ്റ്റ് ഡിവിഷൻ അങ്ങനെ കൊടുക്കുമ്പോൾ ക്ലാസ് ഇസ് ഈക്വൽ ടു കോൾ MD 4 എന്ന് പറഞ്ഞ് കൊടുത്താൽ ഇവിടെ ഒരു റോ എന്ന് പറയുമ്പോൾ ടോട്ടൽ 12 ആണ്. അപ്പോൾ ആ 12നെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് നമുക്ക് 3 സ്പേസ് കിട്ടും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് 3 കൊടുത്താൽ നമുക്കത് 4 സ്പേസ് ആയി കിട്ടും. ഞാനിപ്പോൾ 3 വെച്ച് കൊടുത്ത് ഉപയോഗിക്കാം. ഇനി നമുക്ക് ആദ്യം തന്നെ വേണ്ട ഒരു ലേബലാണ്. ലേബൽ ഇസ് ഈക്വൽ ടു ഫസ്റ്റ് നെയിം കൊടുക്കാം. ഫസ്റ്റ് നെയിം. പിന്നെ അടുത്ത് വേണ്ട ഒരു ഇൻപുട്ടാണ്. ഇൻപുട്ട് സീക്വൽ ടൈപ്പ് സീക്വൽ ടെക്സ്റ്റ് തന്നെ അതെല്ലാം ഓക്കെ. ഞാനിവിടെ ഒരു ഫോം ഒരു ക്ലാസ് കൊടുക്കുകയാണ്. ക്ലാസ് സീക്വൽ ടു ഫോം കൺട്രോൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് കൊടുത്തു. നമുക്കിനി ഒന്ന് UI പോയി നോക്കാം എന്താണ് സംഭവിക്കുന്നത്. എന്താ പറയുക അടിച്ചിട്ടുണ്ട്, നോ ഡയറക്റ്റീവ് ഫോം വിത്ത് എക്സ്പോർട്ട് ng ഫോം സീക്വൽ ടു ng ഫോം ഫോം സീക്വൽ ടു ng ഫോം എന്നുള്ള എറർ അടിച്ചിട്ടുണ്ട്. എന്താ നമുക്ക് നോക്കാം. സോറി, ng ഫോം സംഭവം n ക്യാപ്സായി, അതാണ് സംഭവം ഉണ്ടായത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ശരിക്കുള്ള ഫോമാറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഇവിടെ ഒരു ഇൻപുട്ട് വന്നു, ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ ലേബലും വന്നു, വർക്കിംഗ് ആണ്. നമുക്ക് ഇനി ഇതേപോലെ ബാക്കി ഇതും കൂടെ ചെയ്യാം. മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, അടുത്ത് നമുക്ക് വേണ്ട ഏജ് ആണ്. ഇപ്പോൾ നമുക്ക് എന്ത് നമുക്ക് UI നോക്കാം. ഇവിടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഏജ് എന്ന് പറഞ്ഞ് വന്നിട്ടു. ഓക്കെ, അതെല്ലാം ഓക്കെയാണ്. ഇനി അടുത്ത് നമുക്ക് ഒരു സെപ്പറേറ്റ് ഡിവിഷൻ എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബട്ടൺ കൊടുക്കാം. സബ്മിറ്റ് ബട്ടൺ കൊടുത്തു. നമുക്ക് ടൈപ്പ് സബ്മിറ്റ് കൊടുക്കാം. ടൈപ്പ് ഈക്വൽ സബ്മിറ്റ് കൊടുത്തു. ഇനി നമുക്ക് ഒരു ക്ലാസ് കൂടെ കൊടുക്കാം. ഇതെല്ലാം ബൂട്ട്സ്ട്രാപ്പ് ക്ലാസ് ആണ്. നിങ്ങൾക്കൊന്ന് ബൂട്ട്സ്ട്രാപ്പിൻ്റെ സൈറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്താൽ ഇതെല്ലാം മനസ്സിലാവും. സക്സസോ പ്രൈമറിയോ എന്ത് വേണം, ഇതെല്ലാം അവർ ഓരോ ഡിഫൈൻഡ് വേർഡ്സ് ആണ്. BTM സക്സസ് കൊടുത്താൽ നമുക്ക് ഈ ഒരു സക്സസ് കളർ കിട്ടും. പ്രൈമറി കൊടുത്താൽ അതിൻ്റെ കളർ വ്യത്യാസം ഉണ്ടാകും. ഇത് നമുക്കൊരു ടെക്സ്റ്റ് സെൻറ്ററോട് അലൈൻ ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ്. നമ്മൾ ഇതിൻ്റെ പാരന്റ് ഡിവിഷനിൽ പോയിട്ട് സ്റ്റൈൽ ഈക്വൽ ടു ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ കൊടുത്താൽ നമുക്കിതിനെ സെൻറ്ററോട്ട് അലൈൻ ചെയ്യും. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഗ്യാപ്പ് ഇടാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു BR ടാഗിന് ഉപയോഗിക്കാം. ഒരു 3 BR ടാഗ് ഇട്ടാൽ കുറച്ച് ഗ്യാപ്പിലെത്തി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഏജ് ആയി, സബ്മിറ്റ് ബട്ടണുമായി. ഇപ്പോൾ നമ്മുടെ ഫോമിൻ്റെ UI പാർട്ട് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത്, നമുക്കൊരു സ്കീമ ജനറേറ്റ് ചെയ്യണം. ടൈപ്പ്സ്ക്രിപ്റ്റ് ഫയൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഫോമിൻ്റെ സ്കീമ ജനറേറ്റ് ചെയ്യണം. ഇത് ബാക്ക് എൻഡിലോട്ട് അയച്ചു കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതേ ഫോർമാറ്റിൽ അയച്ചു കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഡാറ്റ ഈസ് ഈക്വൽ ടു ഒരു സ്കീമ ജനറേറ്റ് ചെയ്യാം. ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ ഒരു എംപ്റ്റി സ്ട്രിംഗ് ആണ്. സ്കീമ മീൻസ് ഒരു ഒബ്ജക്റ്റ്. ഓക്കെ, മിഡിൽ നെയിം എംപ്റ്റി ഒബ്ജക്റ്റ്. ഇതെല്ലാം ബാക്ക് എൻഡിന് വേണ്ട അതേപോലെ കൊടുക്കണം. നിങ്ങൾ എങ്ങനെയാണ് ബാക്ക് എൻഡ് റിട്ടേൺ ചെയ്യുന്നത് അതേപോലെ കൊടുക്കുക. അവിടെ ലാസ്റ്റ് നെയിം, ഏജ് വേണമെങ്കിൽ നമുക്ക് നൾ കൊടുക്കാം. അങ്ങനെ ടൈപ്പ് നമ്പർ ആണല്ലോ, നമുക്ക് ടൈപ്പ് നമ്പർ കൊടുക്കാം. ഇനി അടുത്ത ഇത് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഇതിനെ നമുക്ക് UIയിലോട്ട് ബൈൻഡ് ചെയ്യണം. അതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ഡയറക്റ്റീവാണ് ng മോഡൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ng മോഡലിനെ നമുക്ക് ഇവിടെ കൊടുക്കാം. ng മോഡൽ എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ നെയിം ചോദിക്കുന്നുണ്ട്. നെയിമിന് പകരം നമുക്ക് ഡാറ്റ ഡോട്ട് ഫസ്റ്റ് നെയിം. ഇത് വർക്കിംഗ് ആണോ അറിയാൻ വേണ്ടി നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു ASAS എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ASAS ഇവിടെ ഇൻപുട്ടിൽ പ്രിന്റ് ചെയ്ത് തരണം. ഇവിടെ വന്നിട്ടില്ല, എന്തോ ഒരു ഇഷ്യൂ പറ്റിയിട്ടുണ്ട്. ഡാറ്റ ഡോട്ട് ഫസ്റ്റ് നെയിം ng മോഡൽ ഫസ്റ്റ് നെയിം. ഓക്കെ, നമുക്ക് നോക്കാം. If ng model is used within a form tag, either the name attribute must be set of the form. ഓക്കെ, നമ്മളിവിടെ ഒരു ഇൻപുട്ടിൽ നമുക്കൊരു നെയിം കൊടുത്തില്ല, അതാണ് ഇഷ്യൂ. ng മോഡൽ എപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നെയിം എന്ന് പറഞ്ഞ സാധനം കൊടുക്കണം. നെയിമും സെയിം നമുക്ക് ഫസ്റ്റ് നെയിം കൊടുക്കാം. ഓക്കെ, വേണ്ടോ നിങ്ങൾക്ക് ആ ഫസ്റ്റ് ഇവിടെ ടൈപ്പ് സ്ക്രിപ്റ്റിൽ എന്താണ് കൊടുത്തത് അത് നമുക്ക് ഇവിടെ UIയിൽ വന്നു. നമ്മൾ 2-way ഡാറ്റ ബൈൻഡിങ് ഓക്കെ ആയി. ഇനി നമുക്ക് അതേപോലെ ng മോഡൽ ഈക്വൽ ടു
ഇവിടെ മിഡിൽ നെയിമിനും ഇവിടെ നമുക്ക് നെയിം ഈസ് ഈക്വൽ ടു മിഡിൽ നെയിം. നമുക്ക് ലാസ്റ്റ് നെയിം കൊടുക്കാം. ഇപ്പോൾ ഇത് ഉദ്ദേശിക്കുന്ന വെച്ചാൽ നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ അതെല്ലാം നമുക്ക് ആ ഒബ്ജക്റ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബൈൻഡ് ചെയ്ത് പോയിക്കോളും. നെയിം ഈസ് ഈക്വൽ ടു ലാസ്റ്റ് നെയിം. നെയിം ഈസ് ഈക്വൽ ടു ഏജ് എന്ന് പറഞ്ഞു കൊടുക്കാം. നമുക്ക് എൻജി മോഡൽ ഇത് ഞാനിവിടെ ടെംപ്ലേറ്റ് ഡ്രിവൺ ഫോംസ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റിയാക്റ്റീവ് ഫോംസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കും. അത് നമ്മൾ രണ്ടിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞു. അതായത് നമ്മളെല്ലാം ബൈൻഡ് ചെയ്തു. ഇനി അടുത്ത് വേണ്ട നമുക്ക് വാലിഡേഷനാണ്. അതായത് ഇവിടെ റിക്വയർഡ് ആണോ എന്തൊക്കെ കാര്യങ്ങളും വാലിഡേഷൻ ചെയ്യാം. അതിനുവേണ്ടി ഒരു സ്മാൾ ടാഗ് ഉപയോഗിക്കണം. ഫസ്റ്റ് നെയിം റിക്വയർഡ് എന്ന് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരു ബൂട്ട്സ്ട്രാപ്പ് ക്ലാസ് കൊടുക്കാം. ക്ലാസ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് ഡേഞ്ചർ. ഇപ്പോഴുണ്ടോ നിങ്ങൾക്ക് ഫസ്റ്റ് നെയിം റിക്വയർഡ് എന്ന് പറഞ്ഞു. പക്ഷേ ഇത് സബ്മിറ്റ് ചെയ്യുമ്പോൾ മാത്രം കാണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ngif കൊടുക്കാം. ngif ഈസ് ഈക്വൽ ടു എക്സ്പ്രഷൻ. എക്സ്പ്രഷനിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് emp form ഡോട്ട് സബ്മിറ്റഡ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. സബ്മിറ്റഡ് ട്രൂ ആയിരിക്കണം. ആൻഡ് കൂടാതെ ഫസ്റ്റ് നെയിം ഡോട്ട് എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾക്കൊരു റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അതായത് ഈ ഇൻപുട്ടിൻ്റെ ആട്രിബ്യൂട്ട് റിക്വയർഡ് ആണ്. ഇത് റിക്വയർഡ് ആണ്. ഇനി അടുത്ത പോലെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു എൻജി മോഡൽ ബൈൻഡ് ചെയ്യാൻ ഈ ഫസ്റ്റ് നെയിമിൽ ബൈൻഡ് ചെയ്യേണ്ടത് നമുക്ക് ഹാഷ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഫസ്റ്റ് നെയിം ഈസ് ഈക്വൽ ടു എൻജി മോഡൽ എന്ന് പറഞ്ഞ സ്ട്രിങ്ങിൽ കൊടുക്കുക. ഈ ഫസ്റ്റ് നെയിമിലത്തെ വാല്യൂ എൻജി മോഡലായിട്ട് ബൈൻഡ് ചെയ്യാനാണ്. ഇനി നിങ്ങൾക്ക് ഈ ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞ് വിളിച്ചാൽ നിങ്ങൾക്ക് എൻജി മോഡൽ എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും. ഫസ്റ്റ് നെയിം ഡോട്ട് എറേഴ്സ് നമ്മളിവിടെ റിക്വയർഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റിക്വയർഡ് ആണോ ചെക്ക് ചെയ്യാം. റിക്വയർഡ്. ഓക്കെ, ഇങ്ങനെ കൊടുത്തു. നമുക്ക് നോക്കാം എന്തെങ്കിലും വേറെ അടിക്കുന്നുണ്ടോ ഇല്ല നോക്കാം. ഇപ്പോൾ ഇവിടെ ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും, എംപ്റ്റി ആക്കി സബ്മിറ്റ് കൊടുത്തു. കണ്ടോ, ഫസ്റ്റ് നെയിം റിക്വയർഡ് എന്ന് പറഞ്ഞു. ഇവിടെ പോയി ഫസ്റ്റ് നെയിം അത് വന്നില്ല. ഓക്കെ, നമ്മുടെ ഓക്കെ ആണ്. ഇനി അതേപോലെ നമുക്ക് മിഡിൽ നെയിമിനും കൊടുക്കാം. ഇവിടെ ഫസ്റ്റ് നെയിം മാറ്റി മിഡിൽ നെയിം ആക്കുക. മിഡിൽ നെയിം, നമുക്ക് ലാസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം ഇവിടെ മാറ്റി ലാസ്റ്റ് നെയിം ആക്കാം. കൂടാതെ ഏജ്. ഓക്കെ, ഏജ് middle name does not exist on type. ഇതൊരു ഇഷ്യൂ പറ്റിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. സബ്മിറ്റഡ് ഡോട്ട് മിഡിൽ നെയിം ഡോട്ട് എറേഴ്സ് ഡോട്ട് റിക്വയർഡ്. ഓക്കെ, ഇതിനൊന്നും നമ്മൾ എന്ത് ചെയ്യുക, മോഡൽ ബൈൻഡ് ചെയ്ത് കൊടുത്തില്ല അല്ലേ. ഓക്കെ, നമ്മളെല്ലാവരും എൻജി മോഡൽ ബൈൻഡ് ചെയ്ത് കൊടുത്തു. എറേഴ്സ് ഒന്നുമില്ല. നമുക്ക് സബ്മിറ്റ് ചെയ്യാം. കണ്ടോ, മിഡിൽ നെയിം റിക്വയർഡ്, ലാസ്റ്റ് നെയിം റിക്വയർഡ്, ഏജ് റിക്വയർഡ്. ഇവിടെ നിങ്ങൾക്ക് എംപ്റ്റി ആക്കി കൊടുത്താൽ ഇവിടെ അത് വരും. നമ്മളെല്ലാം സെലക്ട് ചെയ്ത് കൊടുത്താൽ ആ എറേഴ്സ് എല്ലാം പോയി. നമുക്ക് എന്ത് ചെയ്താൽ ഫോം കറക്റ്റായിട്ട് വർക്കായി. ഇവിടെ ടൈപ്പ് ഈക്വൽ ടു ഏജ് അല്ല, നമ്പറാണ് വേണ്ടത്. അതുകൊണ്ടാണ് നമുക്ക് നമ്പർ കൊടുത്താൽ നമുക്ക് നമ്പർ മാത്രമേ ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റൂ, സ്ട്രിങ് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ UI പാർട്ട് എൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ ടൈപ്പ് സ്ക്രിപ്റ്റിൽ വന്നിട്ട് നമുക്ക് ലോജിക്കും കാര്യങ്ങളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അതായത് നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യണം,
ഒരു API കോൾ ചെയ്യണം. API കോൾ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഡാറ്റേനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ബാക്ക് എൻഡിലോട്ട് അയച്ചു കൊടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ നമ്മൾ ആ സർവീസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സർവീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പോൾ പോസ്റ്റ് എംപ്ലോയീസ് റിമൂവ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഗെറ്റ് എംപ്ലോയീസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു മെത്തേഡും കൂടെ എഴുതാം. പോസ്റ്റ് എംപ്ലോയീസ് പറഞ്ഞ മെത്തേഡ് എഴുതി അത് റിട്ടേൺ ചെയ്യുന്നത് ഒരു പോസ്റ്റ് മെത്തേഡ് ആയിരിക്കണം. റിട്ടേൺ ദിസ് ഡോട്ട് HTTP ഡോട്ട് പോസ്റ്റ് ഇനി കൊടുക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, സെയിം URL തന്നെയാണ്. നിങ്ങൾക്ക് ബാക്ക് എൻഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്ക് എൻഡിന് ഇതെല്ലാം ഇംപ്ലിമെൻറ്റേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് നോക്കിയാൽ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ APIയുടെ URL നമുക്ക് ഡയറക്റ്റ് കോപ്പി ചെയ്യാം. കാരണം സെയിം API ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പോസ്റ്റ് മെത്തേഡ് ആണെന്നുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു എക്സ്ട്രാ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ ഡാറ്റയാണ്. ഈ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു സർവീസിലോട്ട് പാസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ ഡാറ്റ കിട്ടും. ഡാറ്റ ഈസ് ടു എനി. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. കോമ ഇട്ടിട്ട് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഡാറ്റ പാസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പോസ്റ്റ് എംപ്ലോയി സർവീസ് കംപ്ലീറ്റ് ആയി. ഇനി ആ സർവീസ് നമുക്ക് ഇൻജെക്ട് ചെയ്യാം. പ്രൈവറ്റ് എംപ് സർവീസ് ഈസ് ടു എംപ്ലോയി സർവീസ്. ഫൈൻ. അപ്പോൾ നമ്മുടെ എംപ്ലോയി സർവീസിലെ കാര്യങ്ങളെല്ലാം നമുക്ക് ഫങ്ഷൻസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കിട്ടും. ഇനി ദിസ് ഡോട്ട് എംപ് സർവീസ് ഡോട്ട് പോസ്റ്റ് മെത്തേഡ്, പോസ്റ്റ് എംപ്ലോയീസ് എന്ന് പറഞ്ഞ മെത്തേഡിലോട്ട് എന്ത് ചെയ്യാം, ഇതിനെ ഈ ഡാറ്റേനെ നമുക്ക് എന്ത് ചെയ്യാം, ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യാം. ദിസ് ഡോട്ട് ഡാറ്റ. ഇത് നമുക്ക് ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് നമുക്ക് എന്ത് ചെയ്യും, ബാക്ക് എൻഡ് ഈ റെസ്പോൺസ് അയച്ചു തരും. സക്സസ് ആണെങ്കിലും എറർ വന്നാലും എന്തായാലും നമുക്ക് റെസ്പോൺസ് തരും. ഇനി നമുക്ക് റെസ്പോൺസ് നമുക്കൊന്ന് ലോഗ് ചെയ്യാം. console.log response. നമ്മളിവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആരോ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിവിടെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ടാബ് വേണം. ആ നെറ്റ്വർക്ക് എടുത്താൽ നമുക്ക് ഈ API പോകുന്ന API കോളും വരുന്ന API കോളും എല്ലാം നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്യും. ഇനി ഞങ്ങളുടെ ഫസ്റ്റ് നെയിം ഇക്വൽ ടു എന്തെങ്കിലും കൊടുത്തു, ഒരു ഡമ്മി വാല്യൂ കൊടുത്തു. ലാസ്റ്റ് നെയിം ഒരു ഡമ്മി വാല്യൂ കൊടുത്തു. ഏജ് എന്ന് പറഞ്ഞൊരു 1000 ചുമ്മാ ഒരു ഡമ്മി വാല്യൂ കൊടുത്തു. ഇനി ഞാൻ സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്യുമ്പോണ്ടോ നമ്മളെ 5000/employees എന്ന് പറഞ്ഞിട്ടുള്ള ഒരു API കോൾ പോയി നമുക്കിവിടെ ബാക്ക് എൻഡ് തരുന്ന റെസ്പോൺസ് ആണ് ഒരു മെസ്സേജ്. എംപ്ലോയി സക്സസ്ഫുള്ളി സേവ്ഡ് സക്സസ് 1 തരുന്നുണ്ട്. ഒരു ഒബ്ജക്റ്റിൽ ഇത്രയും കാര്യങ്ങൾ തരുന്നുണ്ട്. ഇനി ഹെഡേഴ്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കിവിടെ കാണാം ഏറ്റവും അടിയിൽ റിക്വസ്റ്റ് ഡോട്ട് പേരോഡ് എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. ആ പാർട്ടിൽ നമ്മൾ അയച്ചു കൊടുത്ത ഡാറ്റാസ് എല്ലാം ഇവിടെ കാണും. ഏജ് 1000 അയച്ചു കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് നെയിം അയച്ചു കൊടുത്തിട്ടുണ്ട്, ലാസ്റ്റ് നെയിം കൊടുത്തിട്ടുണ്ട്, മിഡിൽ നെയിമും കൊടുത്തിട്ടുണ്ട്. ഇനി പ്രിവ്യൂവിൽ നമുക്ക് റെസ്പോൺസിൽ എന്താണോ ബാക്ക് എൻഡ് അയച്ചു തരുന്നത് അത് ഇവിടെ കാണും. ഇപ്പോൾ എറർ ആണെങ്കിലും എന്താണെങ്കിലും. അപ്പം എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ ഒരു ടോസ്റ്റർ പോലെ നമുക്ക് സക്സസ് ആണെങ്കിൽ ഒരു ടോസ്റ്റർ പോലെ ഒരു അലേർട്ട് കാണിക്കാം. അതിനുവേണ്ടി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ടോസ്റ്റർ എന്ന് പറഞ്ഞ ഒരു പാക്കേജിനെ ഇൻസ്റ്റാൾ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രൊസീജിയേഴ്സ് നമ്മൾ നോക്കി. ഇനി നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, app.module.ts ഒരു കാര്യം ഇമ്പോർട്ട് ചെയ്യാനുണ്ട്. ഇമ്പോർട്ട് ചെയ്യാൻ ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ എൻജ് ടോസ്റ്ററിന് നമുക്ക് ടോസ്റ്റർ മൊഡ്യൂളിനെ അത് ഇമ്പോർട്ട് ചെയ്യണം. ടോസ്റ്റർ മൊഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടോസ്റ്റർ മൊഡ്യൂൾ ഡോട്ട് ഫോർ റൂട്ട് എന്ന് പറഞ്ഞൊരു മെത്തേഡിനെ നമുക്ക് ഇമ്പോർട്ട് അറയിൽ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇനീഷ്യലൈസേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇതിനെ ഇവിടെ ഇൻജെക്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, പ്രൈവറ്റ് ടോസ്റ്റ് ഈസ് ടു ടോസ്റ്റ് സർവീസ് എന്ന് പറഞ്ഞ് വിളിച്ചാൽ ആണോ അതിൻ്റെ എല്ലാ ഫങ്ഷനാലിറ്റി ഇവിടെ കിട്ടും. ഇനി നിങ്ങൾക്ക് ദിസ് ഡോട്ട് ടോസ്റ്റ് ഡോട്ട് കൊടുത്താൽ കാണാം ഇത്രയും മെത്തേഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സക്സസ് ആണെങ്കിൽ സക്സസ്, എറർ ആണെങ്കിൽ എറർ. അത് പറഞ്ഞാൽ നമുക്ക് സക്സസ് ആദ്യം കൊടുക്കാം. സക്സസ് കൊടുത്തു. ഇനി നമുക്കിവിടെ പാസ് ചെയ്യേണ്ട 2 പാരാമീറ്ററാണ്. ഒന്ന് മെസ്സേജും ഒന്ന് ടൈറ്റിലും. നമുക്ക് വേണമെങ്കിൽ മെസ്സേജ് നമുക്ക് സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് ആഡഡ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇവിടെ വേണമെങ്കിൽ ടൈറ്റിലായിട്ടൊരു സക്സസ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് തന്നെ ഇവർ തന്നെ കാണിക്കുന്നുണ്ട് സക്സസ് എന്ന് പറഞ്ഞ മെസ്സേജും ഒരു ടൈറ്റിലും രണ്ടും സ്ട്രിങ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് എത്രത്തോളം കാര്യങ്ങൾ വർക്കാവുന്നു. ഓക്കെ, ഞങ്ങളുടെ IT ചുമ്മാ പേര് കൊടുത്തു, ഡെവ് ടീം, ഏജ് 25 കൊടുത്തു,
നമ്മൾ സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ടോസ്റ്റർ വന്നിട്ടില്ല, പകരം എന്തോ ഒരു എറർ അടിച്ചു. നമുക്ക് നോക്കാം. പ്ലീസ് മേക്ക് ഷുവർ ഏതർ ബ്രൗസർ അനിമേഷൻ മൊഡ്യൂൾ ഓർ നോപ്പ് അനിമേഷൻ മൊഡ്യൂൾ ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ എന്തോ ഇമ്പോർട്ട് ചെയ്യാൻ മറന്നുപോയി. ഇത് പറയുന്നുണ്ട് ബ്രൗസർ അനിമേഷൻ മൊഡ്യൂളോ നോപ്പ് അനിമേഷൻ മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യണം, എന്നാലും നമുക്ക് ആ അനിമേഷൻ ഇവിടെ വർക്ക് ആവത്തുള്ളൂ. അതാണ് നമുക്ക് എറർ അടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബ്രൗസർ അനിമേഷൻ മൊഡ്യൂൾ നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിനെവിടെ എവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ബ്രൗസർ അനിമേഷൻ മൊഡ്യൂളിനെ അനിമേഷൻ പ്ലാറ്റ്ഫോം ബ്രൗസർ അനിമേഷൻ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇമ്പോർട്ട് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ബ്രൗസർ അനിമേഷൻ മൊഡ്യൂളിന് നമുക്ക് ഇമ്പോർട്ട് അറയിൽ കൊടുക്കാം. ഗ്ലോബലി ഇമ്പോർട്ട് ചെയ്യാം, കൊടുത്തു. ഇനി വർക്കാവും നോക്കാം. IT മാസ്റ്റർ ടീം 25 കൊടുക്കാം. നമുക്ക് നെറ്റ്വർക്കും കൂടെ എടുത്ത് നോക്കാം. കണ്ടോ, സക്സസ്ഫുള്ളി ആഡർ എന്ന് പറഞ്ഞ ടോസ്റ്റ് വന്നുകൊണ്ടോ, നമ്മളത് വർക്കിംഗ് ആണ്. ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ എന്താണ്, നമ്മുടെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വേണം, ഇപ്പോൾ ഈ പേജിലാണ് ഇരിക്കുന്നത്, പക്ഷെ ആ പേജിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ പഴയ പേജിലോട്ട് പോകണം. അതിന് വേണ്ടി നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേപോലെ മെത്തഡ് ഇവിടെയും ഉപയോഗിക്കാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ എന്ത് ചെയ്യുക, ഒരു ഡിപ്പെൻഡൻസി ഇൻജെക്ഷൻ ചെയ്യാണ്. പ്രൈവറ്റ് റൗട്ടർ ഈസ് ടു റൗട്ടർ, നമ്മൾ നേരത്തെ ഇമ്പോർട്ട് ചെയ്ത പോലെ റൗട്ടറിനെ ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം. സക്സസ് ആണെങ്കിൽ ഇഫ് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുക. നമ്മൾ ഓൾറെഡി ബാക്ക് ഉണ്ട് റെസ്പോൺസിൽ സക്സസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കീയിൽ 1 സക്സസ് ആണെങ്കിൽ 1 ഫെയിലിയർ ആണെങ്കിൽ 0 പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സക്സസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ദിസ് ഡോട്ട് റൗട്ടർ ഡോട്ട് നാവിഗേറ്റ് എന്ന് പറഞ്ഞ മെത്തേഡിൽ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എങ്ങോട്ടാണോ നാവിഗേറ്റ് ചെയ്യേണ്ടത് അവിടെ കൊടുക്കുക. എനിക്കിവിടെ നമ്മുടെ ഹോം പേജ് ആയ സ്ലാഷ് എന്ന് പറഞ്ഞ റൗട്ടിലോട്ടാണ് പോകേണ്ടത്. ഞാൻ ചുമ്മാ എന്തെങ്കിലും കാര്യം ഇങ്ങനെ കൊടുക്കാം. പേജ് ഒരു 49 കൊടുക്കും. ഇനി ഞാൻ എന്ത് ചെയ്തു, സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ഈ പേജിന് പോയിട്ട് ആ പേജിലോട്ട് വരണം. കേട്ടോ, സബ്മിറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇത് വർക്കായി. നമ്മൾ ആ പേജിലോട്ട് പോയി. ഇപ്പോൾ നമുക്ക് 49 കേട്ടോ, നമ്മുടെ ആ സേവ് ഡാറ്റ എല്ലാം ഇവിടെ വന്നു. അപ്പോൾ നമ്മുടെ അത് എക്സാക്ട്ലി കറക്റ്റ് വർക്കിംഗ് ആണ്. ക്രിയേറ്റ് കറക്റ്റ് വർക്കിംഗ് ആണ്. ഇനി അടുത്തത് എഡിറ്റ് ആണ്. അപ്പോൾ എഡിറ്റ് നിങ്ങൾക്ക് 2 വഴിയിൽ ചെയ്യാം. ഒരു വഴി എന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്രിയേറ്റ് ചെയ്ത ഫയൽ തന്നെ നിങ്ങൾ കയറി എഡിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ എഡിറ്റ് ചെയ്യാം. പക്ഷെ അത് ഭയങ്കര ടൈം കൺസ്യൂമിങ്, ഭയങ്കര ഒരു ഓവർലോഡ് പോലത്തെ ഒരു കാര്യമാണ്. ഇനി വീണ്ടും ഇതേപോലെ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു എഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോം വീണ്ടും ജനറേറ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അത് കോഡ് റീയൂസിബിലിറ്റി എല്ലാം കുറയും. കാരണം വീണ്ടും നമ്മൾ ഇങ്ങനെ എക്സ്ട്രാ കോഡ് എഴുതേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ ക്രിയേറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ റൗട്ടിംഗ് മൊഡ്യൂളിൽ പോവാം. ഇവിടെ ഇപ്പോൾ ക്രിയേറ്റിന് റൗട്ട് മാത്രമേ ഉള്ളൂ. ഇനി ഒരു റൗട്ടും കൂടെ എഴുതി എഡിറ്റ് /ID ഇങ്ങനത്തെ ഒരു റൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ക്രിയേറ്റ് കമ്പോണന്റിനെ ഇപ്പോൾ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇനി എപ്പോൾ ഈ റൗട്ട് വരണം, നമ്മുടെ ഈ എഡിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രം എനിക്ക് ഈ റൗട്ടിലോട്ട് പോയാൽ മതി. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, എംപ്ലോയി കമ്പോണന്റിൽ വന്നു, എഡിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ബട്ടണിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇവന്റ് ഹാൻഡലർ ചെയ്ത് ക്ലിക്ക് ഇവന്റ് ഹാൻഡലർ എഴുതിയിട്ട് ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ നാവിഗേറ്റ് ടു എഡിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. പക്ഷെ ഇവിടെ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യേണ്ടത് item.id ആണ്. item._id ആണ്. അതായത് നമുക്ക് ഈ ഐറ്റത്തിൽ ഈ ഒരു പെർട്ടിക്കുലർ റോൻ്റെ എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ, ഇതൊരു നമ്മൾ ലൂപ്പ് അടിക്കുകയാണ്. അപ്പോൾ ലൂപ്പിൽ എന്ത് ചെയ്യും, item.first name മിഡിൽ നെയിം ലാസ്റ്റ് നെയിം ഏജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ item. നമുക്ക് റെസ്പോൺസ് ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നാവിഗേറ്റ് ടു എഡിറ്റ്. ഇനി നമ്മളിപ്പോൾ ഇവിടെ ഡിക്ലെയർ ചെയ്തു. ഇനി അതേ സാധനം നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ ഇവിടെ കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ID എന്ന് പറഞ്ഞിട്ടുള്ള പാരാമീറ്റർ കൊടുക്കാം. ആ ഐഡിയുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ പാസ് ചെയ്ത് എന്താണോ അതവിടെ കിട്ടും. ഒരു *20 കൊടുക്കണം. ടൈപ്സ് ടാഗാണ് ഇയർ അടിക്കും. ഓക്കെ, അതായത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഇതിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്, ഓക്കെ, നമുക്ക് ഇതാണ് ഇതിൻ്റെ റെസ്പോൺസ്. പ്രീവ്യൂ ഐറ്റംസിൽ കണ്ടോ, നിങ്ങൾക്ക് ഒരു ഐറ്റം എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു
അണ്ടർസ്കോർ ഡോട്ട് ഐ ഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കീ ഇവിടെ കാണാം. ആ കീ ആണ് ഈ ഓരോ ഐറ്റത്തിനെയും നിങ്ങൾ യുണീക്കായിട്ട് പെയർ ചെയ്യുന്നത്. ഓക്കെ, ആ കീ എപ്പോഴും യുണീക്ക് ആയിരിക്കും, ഒരിക്കലും സെയിം കീ ആയിരിക്കത്തില്ല. ഓരോ ഐറ്റത്തിനും ഡിഫറെൻറ്റ് കീ ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമുക്ക് ചെക്ക് ചെയ്യാൻ. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഈ ഐറ്റം നമ്മൾ ഇവിടുന്ന് ഐറ്റത്തിൽ നിന്ന് ആ ഐ ഡി നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ഐ ഡി ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നാവിഗേറ്റ് ചെയ്യാം. പക്ഷെ അതിന് പകരം ഇവിടെ ബാക്ടിക് ഉപയോഗിക്കാം. ബാക്ടിക് എന്ന് പറഞ്ഞാൽ ടെംപ്ലേറ്റ് സ്ട്രിംഗ് ലിറ്ററലാണ്. അതായത് നിങ്ങൾക്ക് ഒരു വേരിയബിളിനെ നമുക്ക് സ്ട്രിങ്ങിലോട്ട് ആഡ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. /edit/$ ഈ ഡോളർ കണ്ട് കേളി ബ്രാക്കറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഈ ഐ ഡിനെ കൊടുത്താൽ ഇവിടെ എന്ത് ചെയ്തു, എഡിറ്റ്/ ഇവിടെ എന്താണോ ഐ ഡി ആ ഐ ഡിയിലോട്ട് പോകും. അതായത് edit/id എന്ന് പറയുമ്പോൾ നമ്മുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റ് കമ്പോണ്ടിലോട്ട് തന്നെ പോവുക. ഓക്കെ, അത് നോക്കാം. എഡിറ്റ് ക്ലിക്ക് ചെയ്തു, കണ്ടോ നമ്മുടെ ക്രിയേറ്റ് കമ്പോണ്ടിലോട്ട് തന്നെ പോയി. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് റൂട്ട് നോക്കിയാൽ കാണാം edit/ നമ്മൾ അവിടുത്തെ എന്തായിരുന്നു ഐ ഡി, ആ ഐ ഡി തന്നെ ഇവിടെ വന്നു. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് വർക്കിംഗ് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് നേരെ ക്രിയേറ്റ് കമ്പോണ്ടിലോട്ട് വരാം. ഇവിടെ എനിക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു ഡിപ്പെൻഡൻസി കൂടെ ഇമ്പോർട്ട് ചെയ്യണം. പ്രൈവറ്റ് ഒരു റൗട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. റൗട്ട് ഈസ് ഈക്വൽ ടു ആക്ടിവേറ്റഡ് റൗട്ട് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട് നമ്മുടെ റൗട്ടറിൽ തന്നെ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ആക്ടിവേറ്റഡ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ആക്ടിവേറ്റഡ് റൗട്ട് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അത് ഇമ്പോർട്ട് ചെയ്യാൻ കാരണം എനിക്കിത് ചെക്ക് ചെയ്യണം. അതായത് ഇവിടെ ഈ പാത്തിൽ ഐ ഡി വന്നിട്ടുണ്ടോ ഇല്ലേ. ഐ ഡി വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ, ഇത് എഡിറ്റ് ആണ്. ഐ ഡി വന്നിട്ടില്ലെങ്കിൽ എന്താ, ക്രിയേറ്റ് ആണ്. അപ്പോൾ അതിനു വേണ്ടി ആദ്യം നമ്മൾ ng-on-init എന്ന് പറഞ്ഞാൽ ലൈഫ് സൈക്കിൾ മെത്തേഡാണ്. നമ്മുടെ കമ്പോണ്ട് എപ്പോൾ ഇനിഷ്യലൈസ് ചെയ്താലും ഈ മെത്തേഡ് വർക്കാവും. നമുക്ക് ആദ്യം ഒരു ഐ ഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതിന് കൊടുക്കാം. ഐ ഡി ടു എനി എന്ന് കൊടുക്കാം. ചുമ്മാ ഒരു വേരിയബിൾ കൊടുത്തു. ഇനി ദിസ് ഡോട്ട് ഐ ഡി ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാം, നമ്മൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്ത റൗട്ട്. ഓക്കെ, ഡിപ്പെൻഡൻസി ദിസ് ഡോട്ട് റൗട്ട് ഡോട്ട് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ കാണും. പരാംസ് ഡോട്ട് എന്ന് പരാംസും ഉണ്ട്. ഒബ്സർവ് ദാറ്റ് കണ്ടെയ്ൻസ് എ മാപ്പ് ഓഫ് റിക്വയർഡ് ആൻഡ് ഓപ്ഷണൽ. പരാംസും ഉണ്ട്, പരാമാപ്പ് ഉണ്ട്. നമ്മളിപ്പോൾ പരാംസ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഡോട്ട് വിളിച്ചാൽ അതിൻ്റെ ഉള്ളിൽ മെത്തേഡ് കാണാം. പരാമാപ്പ് എടുത്തിട്ട് നോക്കിയാലും നമുക്ക് പരാമാപ്പ് എടുത്തിട്ട് ഡോട്ട് വിളിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ഗെറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് വരണം. ഒരു സെക്കൻഡ് ഇപ്പോൾ വരുന്നില്ല, എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. റൂട്ട് ഡോട്ട് പരാം ഡോട്ട് എന്ന് വിളിച്ചാൽ വരില്ല, കാരണം നമുക്ക് റൗട്ടിലല്ല നമുക്കുള്ളത്. നമ്മൾ ഈ റൗട്ടിൻ്റെ ഇവിടെ ഒരു സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ദ കറന്റ് സ്നാപ്ഷോട്ട് ഓഫ് ദിസ് റൗട്ട്. അതായത് ഈ സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞ മെത്തേഡ് ചെയ്യുന്നത് നമുക്ക് ഇതിൻ്റെ എൻ്റെ സ്നാപ്ഷോട്ട് എടുക്കും. ഇത് ഏതാ റൗട്ടാ അതിൻ്റെ മൊത്തം സ്നാപ്ഷോട്ട് എടുക്കും. സ്നാപ്ഷോട്ട് ഡോട്ട് അതിൽ പരാം മാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്ലാഷ് കഴിഞ്ഞിട്ട് വല്ല നമ്പേഴ്സ് ഉണ്ടോ ചെക്ക് ചെയ്യും. ഇനി നമുക്ക് ഡോട്ട് ഗെറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. ഗെറ്റിൽ നമ്മൾ എന്താണോ ഇവിടെ റൗട്ടിൽ പറഞ്ഞു കൊടുത്തത്, ഇവിടെ നമ്മൾ ഈസ് ഐ ഡി എന്ന് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ആ ഐ ഡി നമുക്ക് ഇവിടെ കൊടുത്താൽ നമുക്ക് ആ ഐ ഡിയുടെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. ഈ ദിസ് ഡോട്ട് ഐ ഡിയുടെ ഉള്ളിൽ എന്ത് ചെയ്യും, അപ്പോൾ ആ ഐ ഡിയുടെ വാല്യൂ ഉണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം, കൺസോൾ ലോക്ക് ചെയ്യാം. ഐ ഡി ഈസ് പറഞ്ഞിട്ട് ദിസ് ഡോട്ട് ഐ ഡി കൺസോൾ ഡോട്ട് ലോക്ക് ചെയ്യാം. കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ആ ഐ ഡി നിങ്ങൾക്ക് ഇവിടെ കൺസോൾ ലോഗിൽ വന്നു. അപ്പോൾ നമ്മൾ അത്രയും കാര്യങ്ങൾ വർക്കിംഗ് ആണ്. അപ്പോൾ ഇനി അടുത്ത ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ഐ ഡി കിട്ടി. ഇനി ഐ ഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് വാല്യൂ അവിടുത്തെ എന്താണോ വാല്യൂ, അതായത് ഇവിടെ നിങ്ങൾക്ക് എന്ത് വാല്യൂ ആണോ ഉള്ളത് ഓരോ ഫീൽഡിനും ആ വാല്യൂസ് ഇവിടെ പ്രീ പോപ്പുലേറ്റ് ആയിട്ട് കാണിക്കണം. ഇപ്പോൾ നമുക്ക് ഇവിടെ എംപ്റ്റി ആണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ഒരു API കോൾ ചെയ്യണം. അതായത് നമുക്ക് ബാക്കിൻ്റെ ഐസ് കാണണം ഈ ഡാറ്റാസ്. അപ്പോൾ അതിന് നമ്മൾ എംപ്ലോയി നമ്മുടെ സർവീസിൽ പോയി. ഇപ്പോൾ നമുക്ക് പോസ്റ്റ് എംപ്ലോയീസ് എന്ന മെത്തേഡ് ഉള്ളൂ. നമുക്കൊരു മെത്തേഡും കൂടെ എഴുതാം. ഗെറ്റ് എംപ്ലോയീസ് ബൈ ഐ ഡി.
ബൈ ഐ ഡി എന്ന് പറഞ്ഞ മെത്തേഡ് എഴുതി അതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റിക്ക് പകരം ഐ ഡി പാസ് ചെയ്യാം. ഇവിടെ പോസ്റ്റിന് പകരം ഗെറ്റ് തന്നെയാണ്. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് ടിക്സ് കൊടുക്കാം. അതായത് നമുക്ക് ഈ ഐ ഡീനെ അവിടെ ഇന്റർപോളേറ്റ് ചെയ്യണം. സ്ലാഷ് ബാക്ക് എൻഡ് ഐ ഡി അയച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ റൗട്ടിൽ പോകും. അൺനോൺ കമ്പൈലർ ഓപ്ഷൻ, ഓക്കെ, അത് കുഴപ്പമില്ല. ഇനി നമുക്ക് ഇനി ക്രിയേറ്റ് കമ്പൗണ്ടിൽ ദിസ് ഡോട്ട് എംപ്ലോയി സർവീസ് ഡോട്ട് ആണോ, ഇവിടെ ഗെറ്റ് എംപ്ലോയീസ് ബൈ ഐ ഡി എന്ന മെത്തേഡ് വന്നു. ഈ ഐ ഡിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇവിടെ കിട്ടുന്ന ഐ ഡിയെ നമുക്ക് പാസ് ചെയ്യാം. ദിസ് ഡോട്ട് ഐ ഡി അങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഇവിടെ ആ ഐ ഡിനെ ഇവിടെ കിട്ടി, എന്നിട്ട് ആ ഐ ഡി നമ്മൾ ഇങ്ങോട്ട് പാസ് ചെയ്തു. ഇനി നമുക്ക് ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ബാക്ക് എൻഡ് റെസ്പോൺസ് അയച്ചു തരും. ആ റെസ്പോൺസിന് നമുക്ക് കൺസോൾ ലോഗ് CLG റെസ്പോൺസ് നമുക്ക് എന്ത് ചെയ്യാം, ലോഗ് ചെയ്യാം. നിങ്ങൾക്ക് റീഫ്രഷ് ചെയ്യണ്ടോ, റെസ്റ്റ് ഇസ് ഈക്വൽ ടു സക്സസ് മെസ്സേജ് വന്നു. അതായത് നമ്മൾ ഫസ്റ്റ് നെയിം മിഡിൽ നെയിം ഏജ് 49 എന്ന് പറഞ്ഞ ഡാറ്റ നമുക്ക് ബാക്ക് എൻഡ് അയച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ റെസ്പോൺസ് ഞാൻ കാണിച്ചു തരാം. 60 ആണല്ലോ. ഇവിടെ നമുക്ക് ഈ ഐ ഡിനെ നമ്മൾ എന്ത് ചെയ്യും, ഹെഡറിൽ നോക്കിയാൽ കാണാം ഈ ഐ ഡി ആണ് നമ്മൾ ആ റിക്വസ്റ്റിൽ പോകുന്നത്. അതായത് ഈ ഐ ഡി ആണ് നമുക്ക് ബാക്ക് എൻഡിലോട്ട് പോകുന്നത്. അപ്പോൾ ബാക്ക് എൻഡ് മനസ്സിലാവും ഈ ഐ ഡിയിലുള്ള ഡാറ്റയാണ് നമുക്ക് കൊടുക്കേണ്ടത്, ക്ലയൻറ്റ് അയച്ചു തരേണ്ടത്. ഇനി നിങ്ങൾ പ്രിവ്യൂ എടുത്ത് നോക്കിയാൽ കാണാം ഇവിടെ ഐറ്റത്തിൽ ഇത്രയും കാര്യം ബാക്ക് എൻഡ് അയച്ചു തരുന്നുണ്ട്. സക്സസ് 1 മെസ്സേജ് ആണ്. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഡാറ്റയെ നമുക്ക് ഇവിടെ പ്രീ പോപ്പുലേറ്റ് കാണിക്കണം. അതാണ് നമുക്ക് അടുത്ത ടാസ്ക്. അതിനുവേണ്ടി എന്ത് ചെയ്യാം, ഒന്നും ചെയ്യാനില്ല. ദിസ് ഡോട്ട് ഡാറ്റ ഈസ് ഈക്വൽ ടു പ്ലസ് ഡോട്ട് ഐറ്റംസ്. ഐറ്റംസ് ആണോ ഐറ്റം ആണോ ഒരു കാര്യം ഡൗട്ട് ഉണ്ട്, അത് നമുക്ക് നോക്കാം. കറണ്ട് റീഡ് പ്രോപ്പർട്ടി ഫസ്റ്റ് നെയിം ഓഫ് അൺഡിഫൈൻ, അതായത് ഇവിടെ ഐറ്റം ആണ്, നമ്മൾ ഐറ്റംസ് ആണ് കൊടുത്തത്. അപ്പോൾ നോക്കാം ആണോ, നമ്മൾ ആ ഡാറ്റ അവിടെ പ്രീ പോപ്പുലേറ്റ് വന്നു. അപ്പോൾ അതും നമ്മുടെ വർക്കിംഗ് ആയി. ഇനി നിങ്ങൾക്ക് ഏത് ഫീൽഡ് വേണമെങ്കിലും ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്താൽ എനിക്ക് ഇവിടെ ലാസ്റ്റ് നെയിമിൽ ലാസ്റ്റ് ടെം ഡാറ്റ, മിഡിൽ നെയിമിൽ മിഡിൽ ടെം ഡാറ്റ, ഫസ്റ്റ് നെയിമിൽ ഫസ്റ്റ് ടെം ഡാറ്റ, ഏജ് 30 ഇത്രയും കാര്യങ്ങൾ പ്രീ പോപ്പുലേറ്റ് വേണം. അത് വരണ്ടോ ഇല്ല നോക്കാം. എഡിറ്റ് ക്ലിക്ക് ചെയ്തു, കണ്ടോ ഏജിൽ വന്നു, ലാസ്റ്റ് നെയിം വന്നു, മിഡിൽ നെയിം വന്നു, എല്ലാം വന്നു. അപ്പോൾ അതെല്ലാം കൂടെ വർക്കിംഗ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ ഇതിനെ എഡിറ്റ് ചെയ്യാം. ഇതിനെ എഡിറ്റ് ചെയ്തിട്ട് ബാക്ക് എൻഡിലോട്ട് അയച്ചു കൊടുത്താൽ എന്ത് ചെയ്യണം, അത് എഡിറ്റ് ആവണം. ഇപ്പം നമ്മൾ സബ്മിറ്റ് കൊടുത്താലൊരു ഇഷ്യൂ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സബ്മിറ്റിൽ പോസ്റ്റ് മെത്തേഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, പോസ്റ്റ് ആവും, പുതിയ ഒരു ഡാറ്റ ക്രിയേറ്റ് ആവും. പുതിയൊരു ഡാറ്റ ക്രിയേറ്റ് ചെയ്യലേ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, എക്സിസ്റ്റിംഗ് ഡാറ്റയെ എഡിറ്റ് ചെയ്യാനേ വേണ്ട. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് അടുത്ത് ചെയ്യാനുണ്ട് ഒരു ഇഫ് കണ്ടീഷൻ എഴുതാൻ. ഇവിടെ ഇഫ് ദിസ് ഡോട്ട് ഐ ഡി ഉണ്ടെങ്കിൽ, അതായത് ഈ URL ഈ ഒരു ഐ ഡി പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ, നിങ്ങൾ ക്രിയേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ ഒരു ഐ ഡി ഉണ്ടാവില്ല. എഡിറ്റ് ആണെങ്കിൽ മാത്രമേ ഇവിടെ ഐ ഡി ഉണ്ടാവുള്ളൂ. അങ്ങനെ ഐ ഡി ഉണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു മെത്തേഡ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പോസ്റ്റ് മെത്തേഡിൽ ചെയ്യാം. അതായത് ഐ ഡി ഉണ്ടെങ്കിൽ എഡിറ്റും, ഐ ഡി ഇല്ലെങ്കിൽ ക്രിയേറ്റുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഐ ഡി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റിന് വേണ്ടി ആദ്യം നമ്മൾ എംപ്ലോയി സർവീസിൽ പോയിട്ട് ഇതേപോലെ പോസ്റ്റിൻ്റെ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റും ചെയ്യാം. പോസ്റ്റ് എംപ്ലോയീസിന് പകരം എഡിറ്റ് എംപ്ലോയീസ്. ഇവിടെ ഡാറ്റയുടെ കൂടെ നമുക്കൊരു ഐ ഡി കൂടെ അയച്ചു കൊടുക്കണം. ഓക്കെ, ബാക്ക് എൻഡ് മനസ്സിലാവണ്ടേ ഏത് ഡാറ്റയാണ് എഡിറ്റ് ചെയ്യുന്നത്, എന്ത് വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഈ സെയിം URL ഇവിടെ ഐ ഡി കോപ്പി പേസ്റ്റ് ചെയ്യാം. നിങ്ങൾ ബാക്ക് എൻഡിനെ പറ്റി ഒന്നും വൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഗിറ്റിൽ നോക്കിയാൽ കാണാം, ഇവിടെ കോമർട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ സർവീസ് കംപ്ലീറ്റ് ആയി. എഡിറ്റ് എംപ്ലോയീസ്. ഇനി നമുക്ക് നേരെ URL വരാം. ദിസ് ഡോട്ട് സർവീസ് ഡോട്ട് എഡിറ്റ് എംപ്ലോയീസ്. അതിൽ 2 ആർഗ്യുമെന്റ്സ് ആണ് പാസ് ചെയ്യേണ്ടത്. കണ്ടോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഐ ഡിയും ഡാറ്റയും. അപ്പോൾ ദിസ് ഡോട്ട് ഐ ഡി വിളിച്ചാൽ നമുക്ക് ഐ ഡി കിട്ടും. അടുത്ത ദിസ് ഡോട്ട് ഡാറ്റ വിളിച്ചാൽ നമുക്ക് ഡാറ്റ കിട്ടും. ഇനി നമുക്ക് ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യാം.
ഡോട്ട് സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് ബാക്കിൻ്റെ ഒരു റെസ്പോൺസ് അയച്ചു തരും. ഇവിടെ ഇനി കൊടുക്കണം. ആ റെസ്പോൺസിൽ സക്സസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? സക്സസ് ആണെങ്കിൽ എനിക്ക് മറ്റേ പേജിലോട്ട് തന്നെ പോകണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇഫ് റെസ് ഡോട്ട് സക്സസ് ഈക്വൽ ടു 1, അതായത് നമുക്ക് ക്രിയേറ്റിൻ്റെ പോലെ തന്നെ നമുക്ക് ബാക്ക് എൻഡ് സക്സസ് ആണെങ്കിൽ 1 അയച്ചു തരുന്നുണ്ട്. 1 ആണെങ്കിൽ നമുക്ക് സെയിം മെത്തേഡ് ഇവിടെ പോവാം. ഇത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. എഡിറ്റ് വർക്കാവുമ്പോൾ നോക്കാം. ഞാനിവിടെ 30 മാറ്റി ഒരു 3 വാല്യൂ കൊടുത്ത് വെച്ചു. ഇനി ഞാൻ നെറ്റ്വർക്കിൽ പോയിട്ട് സബ്മിറ്റ് കഴിക്കണം. അപ്പോൾ ഒരിക്കലും നമുക്ക് പോസ്റ്റ് നടക്കരുത്, അപ്ഡേറ്റ് നടക്കാൻ പാടും. കണ്ടോ? ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം റിക്വസ്റ്റ് മെത്തേഡ് പുട്ട് എന്ന് വെച്ചാൽ അപ്ഡേറ്റ്. ഇനി അതിൻ്റെ അടിയിൽ നിങ്ങൾ അയച്ചു കൊടുത്ത ഡാറ്റ കണ്ടോ? ഇത്രയും നമ്മളെ ഏജ് 3 lakh എത്രയും അറിയില്ല, അത്രയും ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം നേരത്തെ 30 ആയിരുന്നു, അത് അപ്ഡേറ്റ് ചെയ്തിട്ട് ഇപ്പം എന്ത് ചെയ്തു? 3 ഈ വാല്യൂ ആയിട്ടുണ്ട്. എനിക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, നമുക്കിപ്പോൾ നിങ്ങൾക്ക് 49 മാറ്റി 50 ആക്കണം. ഇവിടെ ഇത് മാറ്റി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആക്കണം. ഓക്കെ, നിങ്ങൾക്കിവിടെ ജോൺ വീക്ക് ആക്കാൻ വിചാരിക്കാം. ജോൺ വീക്ക് ഇനി 49 മാറ്റിയിട്ട് 39 ആക്കണം. സോറി, ഇവിടെ ജോൺ വീക്ക് 2 49 മാറ്റിയിട്ട് 39 ആക്കാം. ഇനി ഞാൻ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഇവിടെ ജോൺ വീക്ക് 2ഉം 39ഉം വരണം. കണ്ടോ? ജോൺ വീക്ക് 2ഉം 39ഉം വന്നു. അപ്പോൾ നമ്മുടെ എഡിറ്റും ക്രിയേറ്റും വർക്കിംഗ് ആണ്. ഇനി ക്രിയേറ്റ് ചെയ്യുമ്പോഴേക്ക് എപ്പോഴും ക്രിയേറ്റിലോട്ട് തന്നെ പോകണം. അത് പോകുന്നത് നോക്കാം. ഏജ് 1 കൊടുത്തു. അപ്പോൾ എനിക്ക് ഒരു പുതിയ ഡാറ്റ അവിടെ ക്രിയേറ്റ് ചെയ്ത് വരണം. ഓക്കെ, നമുക്ക് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. പോസ്റ്റ് മെത്തേഡ് സംതിങ് വെന്റ് റോങ് while saving emp validation. First name path, first name is required, path age required. നമുക്ക് എന്തോ ഒരു ഇത് പറ്റിയിട്ടുണ്ട്. സബ്മിറ്റ് കൊടുത്തോട്ടെ. എന്തോ ശരിയുണ്ടല്ലോ. കനോട് റിപ്പോർട്ട് ഫസ്റ്റ് നെയിം ഓഫ് അൺഡിഫൈൻഡ് നോക്കാം. എന്താണ് ഡീബഗ് ചെയ്ത് നോക്കേണ്ടി വരും. റെസ്പോൺസിൽ എന്താണ് അയച്ചിരുന്നത്? സംതിങ് വെന്റ് റോങ് വൈൽ സേവിങ് എംപ് വാലിഡേഷൻ. നെറ്റ്വർക്ക് എടുത്ത് നോക്കാം. നമുക്ക് ഇവിടെ പേലോഡിൽ എന്താണ് പോകുന്നത് നോക്കാം. പേലോഡിലൊന്നും പോകുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി എന്തോ പറ്റിയിട്ടുണ്ട്. Cannot read property first name of undefined. ഓക്കെ, നമുക്ക് ഡാറ്റ ഇവിടെ അൺഡിഫൈൻഡ് ആണ് വരുന്നത്. അതായത് നമുക്ക് പോസ്റ്റിൽ ഇവിടെ ഒരു ഡാറ്റയും വരുന്നില്ല. പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ID നമ്മളിവിടെ ഈ NG ഓൺട്ട് എന്ന് പറഞ്ഞ മെത്തേഡ് നമ്മുടെ ഈ കമ്പൗണ്ട് എപ്പോൾ ഇനിഷ്യലൈസ് ചെയ്താൽ അപ്പോൾ എല്ലാം വർക്കാവും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ emp സർവീസ് ഡോട്ട് ഗെറ്റ് എംപ്ലോയീസ് എന്ന് പറഞ്ഞ മെത്തേഡ് വിളിക്കുന്നുണ്ട്. ആ മെത്തേഡിലോട്ട് എന്ത് ചെയ്തു? മെത്തേഡ് ഔട്ട്പുട്ട് വന്നു. ഔട്ട്പുട്ട് ഡോട്ട് റെസ്റ്റ് ഡോട്ട് ഐറ്റംസ് ഈക്വൽ ദിസ് ഡോട്ട് ഡാറ്റ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ റൗട്ടിൽ ID ഒന്നുമില്ല. അപ്പോൾ ID ഇല്ലെങ്കിലും ഈ സംഭവം കാളായിട്ട് റെസ്റ്റ് ഡോട്ട് ഐറ്റം എന്ന് പറഞ്ഞ സംഭവം അപ്പോൾ ID പാസ് ഇല്ലെങ്കിൽ കൂടെ അൺഡിഫൈൻഡ് ആയിട്ടാണ് വരുന്നത്. ആ അൺഡിഫൈൻഡ് ആയിട്ടിരിക്കും ഡിസ്റ്റോ ഡാറ്റ ഉണ്ടാവുക. അപ്പോൾ ഈ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഒന്നും ഉണ്ടാവില്ല. അതിന് പകരം ഒരു എംപ്റ്റി ഒബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ എംപ്റ്റി ഒബ്ജക്റ്റ് ആയ കാരണമാണ് ഇവിടെ നമ്മൾ ഓൾറെഡി ഇതെല്ലാം ബൈൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും വാല്യൂ കിട്ടിയില്ല. അതാണ് ആ എറർ അടിക്കാൻ കാരണം. അപ്പോൾ അതിനെ റിസോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഒറ്റ കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മതി. ഇഫ് ദിസ് ഡോട്ട് ID ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് കയറിയാൽ മതി. ഈ ഒരു API കൂടെ ചെയ്താൽ മതി. ഇനി എറർ അടിക്കില്ല. നമുക്ക് 22 സബ്മിറ്റ് കൊടുത്താൽ എനിക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് പുതിയ ഡാറ്റ വരണം. സബ്മിറ്റ് ചെയ്തു. കേട്ടോ, എനിക്ക് KMN22 എന്ന് പറഞ്ഞ പുതിയ ഡാറ്റ വന്നു. ഇനി എനിക്ക് അതിന് എഡിറ്റ് ചെയ്താൽ 22 മാറ്റി 32 ആക്കിയാൽ അതിന് എഡിറ്റ് ആവണം, ക്രിയേറ്റ് ആവരുത്. സബ്മിറ്റ് കൊടുത്തു. കേട്ടോ, 32 ആണ് എക്സാക്ട്ലി വർക്കിംഗ്. ക്രിയേറ്റ് ആൻഡ് അപ്ഡേറ്റ് വർക്കിംഗ്. ഇനി അടുത്ത ഒന്നേ ഉള്ളൂ, ഡിലീറ്റ്.
ഡിലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എംപ്ലോയി കമ്പോണിലോട്ട് വന്നു. നമുക്കിവിടെ ഇതേപോലെ നാവിഗേറ്റ് ടു എഡിറ്റിന് പകരം ഒരു ക്ലിക്ക് ഹാൻഡലർ കൊടുക്കാം. ആ ക്ലിക്ക് ഹാൻഡലർ ഉദ്ദേശിക്കുന്നത് നാവിഗേറ്റ് ടു ഡിലീറ്റ്, അല്ലെങ്കിൽ ഡിലീറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് മാത്രം കൊടുക്കാം. ഡിലീറ്റ്. ഇവിടെ നിങ്ങൾക്ക് എന്തായാലും ഡിലീറ്റ് ചെയ്യുമ്പോൾ ഒരു ഐ ഡി മസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഐ ഡി തന്നെ എടുക്കാം, എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. ഇനി ഈ മെത്തേഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാം. ഡിലീറ്റ് ആണെങ്കിൽ ഡിലീറ്റ് എന്ന പറഞ്ഞ മെത്തേഡ് കൊടുത്തു. അപ്പോൾ ആ ഡിലീറ്റ് മെത്തേഡിൽ നിങ്ങൾക്ക് ഐ ഡി കിട്ടും. ഐ ഡി ഇഷ്ടം എന്ന് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് നേരെ എംപ്ലോയി സർവീസ്.ts ഫയൽ പോയിട്ട് ഡിലീറ്റിൻ്റെ മെത്തേഡ് എഴുതാം. ഡിലീറ്റിൻ്റെ മെത്തേഡ് എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ഐ ഡി കിട്ടും. ഐ ഡി മാത്രം മതി. ഡിലീറ്റ് കൊടുക്കും. ഇവിടെ പുട്ട് മാറ്റി ഡിലീറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എഡിറ്റ് മാറ്റി ഡിലീറ്റ് കൊടുക്കാം. ഇതാണ് നമ്മുടെ അപ്പോൾ സർവീസ് കംപ്ലീറ്റ് ആയി. നമ്മുടെ സർവീസിൽ എന്ത് ചെയ്തു, ഒരു റിട്ടേൺ ഡിസ്റ്റോർഡ് HTTP ഫോർ ഡിലീറ്റ് നമ്മുടെ API URL കൊടുത്തു. എല്ലാം വർക്കിംഗ് ആണ്. ഇനി നമുക്ക് ഇവിടെ URL വിളിക്കാനായിട്ട് this.emp service dot delete employees. ആ ഡിലീറ്റ് എംപ്ലോയീസിലെ ആർഗ്യുമെൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഐ ഡി പാസ് ചെയ്യാം. ID ഡോട്ട് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ബാക്കിൽ റെസ്പോൺസ് അയച്ചു തരും. അപ്പോൾ ഇത് rest ഡോട്ട് സക്സസ് ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് ആ ടോസ്റ്റ് കാണിക്കാം. നേരത്തെ ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ആ ടോസ്റ്റ് ഇമ്പോർട്ട് ചെയ്യാം. പ്രൈവറ്റ് ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോസ്റ്റ് എന്ത് വരും കൊടുക്കാം. ടോസ്റ്റ് സർവീസിന് ഇമ്പോർട്ട് ചെയ്യാം. ടോസ്റ്റ് സർവീസിന് ഇമ്പോർട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യാം, this ഡോട്ട് ടോസ്റ്റ് ഡോട്ട് സക്സസ്ഫുള്ളി ഡിലീറ്റഡ്. അടുത്ത പാരാമീറ്ററായിട്ട് സക്സസ് കൊടുക്കാം. ഓക്കെ. ഇനി അടുത്തൊരു കണ്ടീഷനും കൂടെ ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്കൊരു ബോക്സ് കൊടുക്കാം, ഒരു അലേർട്ട് ബോക്സ് കൊടുക്കാം. അതായത് ഉറപ്പായിട്ടും ഡിലീറ്റ് ചെയ്യണമെന്നാണ് ചോദിക്കാം. അതിനുവേണ്ടി അത് ഇത് വർക്കാവുണ്ടോ ഇല്ല. അപ്പം എനിക്ക് ഈ 32 എന്ന് പറഞ്ഞാൽ ഈ റോനെ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ നെറ്റ്വർക്ക് ടാബ് എടുത്തു, ഇതെല്ലാം ക്ലിയർ ചെയ്തു, ഡിലീറ്റ് കൊടുത്താൽ ഈ 32 പോകണം. സക്സസ്ഫുള്ളി ഡിലീറ്റഡ്. സംഭവം ഡിലീറ്റ് ആയിട്ടുണ്ട്, പക്ഷേ ഇവിടുന്ന് പോയിട്ടില്ല. ഇവിടുന്ന് പോകാൻ എന്ത് ചെയ്യണം, പോകാനായിട്ട് ഒരു കാര്യം ചെയ്താൽ നമുക്ക് this.ngOnIt ഒന്നുകൂടെ വിളിച്ചാൽ മതി. ഓക്കെ. ഈ ngOnIt എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ലൈഫ് സൈക്കിൾ മെത്തേഡാണ്. ഇത് എപ്പോൾ നമ്മൾ കമ്പൗണ്ട് റെൻഡർ ചെയ്യുന്നോ അപ്പോൾ കാൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇത് കാൾ ചെയ്യുമ്പോൾ എന്ത് നടക്കും, ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു ഗെറ്റ് എംപ്ലോയീസ് എന്ന് പറഞ്ഞുള്ളൊരു API കോൾ ചെയ്യുന്നുണ്ട്. ആ API കോൾ പ്രകാരം അതിന് വരുന്ന റെസ്പോൺസ് നമുക്ക് ഈ എംപ്ലോയി അറയിൽ കൊടുക്കും. ആ എംപ്ലോയി അറയാണ് നമ്മളിവിടെ ലൂപ്പ് അടിച്ചിട്ട് ഓരോ റോസ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്നിന് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് ngOnIt കാൾ കാരണം വീണ്ടും API കോൾ നടക്കും. ആ API കോൾ വരുന്ന റെസ്പോൺസ് ആയിരിക്കും ഇവിടെ കാണിക്കുക. അപ്പോൾ നമുക്കിത് ഈ 22 ഡിലീറ്റ് ചെയ്താൽ 22 പോകും. കണ്ടോ, 39 ഡിലീറ്റ് ചെയ്താൽ 39 പോവും, 25 ഡിലീറ്റ് ചെയ്താൽ 25 പോവും. അങ്ങനെ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കൺഫേം ചോദിക്കാനായിട്ട് ഇഫ് കൺഫേം ഒരു കൺഫേം ഉണ്ട്. അതിൽ ആർ യു ഷുവർ യു വാണ്ട് ടു ഡിലീറ്റ് എന്നുകൊണ്ട് കൊടുക്കാം. അത് ഇഫ് കണ്ടീഷൻ കൊടുക്കാം. ഇനി ഞങ്ങൾക്ക് ഇവിടെ ഇതിനെ ഇഫ് കണ്ടീഷനിൽ ഉള്ളിൽ കൊടുത്താൽ നോക്കാം വർക്കാവില്ല. ഡിലീറ്റ് കൊടുത്തു. കണ്ടോ, ഇപ്പോൾ ഒരു പോപ്പ് ചെയ്യും. ആർ യു ഷുവർ യു വാണ്ട് ടു ഡിലീറ്റ്. ക്യാൻസൽ കൊടുത്താൽ ഡിലീറ്റ് ആവില്ല. ഓക്കെ കൊടുത്താൽ ഡിലീറ്റ് ആയി. നമുക്ക് ഇതിനെല്ലാം ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ആ നമ്മുടെ പ്രോസസ്സ് കറക്റ്റായിട്ട് വർക്കാവാനോ ഒന്നും കൂടെ നോക്കാം. നിങ്ങൾക്ക് ഇവിടെ ടോസ്റ്റിനൊക്കെ ടൈമിങ് വെക്കാം. 2 സെക്കൻഡ് 1 സെക്കൻഡ് വെച്ചാൽ അപ്പം തന്നെ പോകും. ഇല്ല, നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം മുതൽ നമുക്ക് ഒരു കറക്റ്റ് ത്രെഡ് ഓപ്പറേഷൻ ചെയ്യാം. ഫസ്റ്റ് നെയിം എന്നാണ്, നമുക്ക് ആ ഫസ്റ്റ് നെയിമിൻ്റെ അവിടെ ഒരു ഡാറ്റ കൊടുത്ത് ക്ലിയർ ചെയ്യാം. ഓക്കെ. ഇപ്പോൾ ടെംപ് ഫസ്റ്റ് ഡാറ്റ, ടെംപ് സെക്കൻഡ് ഡാറ്റ, ടെംപ് തേർഡ് ഡാറ്റ, ഏജ് ഒരു 25 കൊടുക്കാം.
ഞാൻ സബ്മിറ്റ് കൊടുത്തു. അപ്പോൾ എനിക്കൊരു പുതിയ ഡാറ്റ ക്രിയേറ്റ് ചെയ്യണം. കണ്ടോ, പുതിയൊരു ഡാറ്റ ക്രിയേറ്റ് ചെയ്തു. അതേ നെയിമിൽ തന്നെ എനിക്ക് എന്ത് ചെയ്യണം, അതിന് എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യാനായിട്ട് ഈ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ ഡാറ്റാസ് എല്ലാം പ്രീ പോപ്പുലേറ്റ് വരണം. എഡിറ്റ് ക്ലിക്ക് ചെയ്തു, ഡാറ്റാസ് എല്ലാം പ്രീ പോപ്പുലേറ്റ് വന്നു. ഞാൻ ഏജ് മാറ്റി 30 ആക്കി. ഇവിടെ മിഡിൽ നെയിം മാറ്റി ടെംപ് സെക്കൻഡ് ഡാറ്റ 1 കൊടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് അവിടെ എഡിറ്റ് ചെയ്ത് വേണം, ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ സബ്മിറ്റ് കൊടുത്തു. കണ്ടോ, ടെംപ് സെക്കൻഡ് ഡാറ്റ 1 വന്നു, ഏജ് 30 ആയി. ബാക്കിയെല്ലാം ഡാറ്റ പഴയ പോലെ വന്നു. ഇനി എനിക്ക് ഇത് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് കൊടുത്തു, പോപ്പ് ചോദിച്ചു, ക്യാൻസൽ കൊടുത്താൽ ക്യാൻസൽ ആവും, ചെയ്യില്ല. ഓക്കെ കൊടുത്താൽ ഡിലീറ്റ് ആയി. ഇതാണ് നമ്മുടെ ആങ്കുലാറിലെ ബേസിക് CRUD ഓപ്പറേഷൻ. നമ്മൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ഇതിൻ്റെ കംപ്ലീറ്റ് സോഴ്സ് കോഡ് ഡീറ്റെയിൽ ഉണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അതേപോലെ ഇതിൻ്റെ ബാക്ക് എൻഡിൽ ഉപയോഗിച്ചിരിക്കുന്ന APIയുടെ കാര്യം, MongoDB കണക്ഷനും എല്ലാം നമ്മൾ പുതിയ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം, അത് നിങ്ങൾക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതാണ്, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്.